ഷമി സാർ നമസ്കാരം. കഴിഞ്ഞ ദിവസം മുരളി ഗോപിയുടെ ഒരു നമസ്കാരം. ഇന്റർവ്യൂ കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ആ ഇന്റർവ്യൂവിൽ മുരളി ഗോപി പറയുന്നത് സിനിമയിൽ RSS ശാഖ കാണിച്ചാൽ അത് ശാഖാ സിനിമയാകും എന്നാണ് ചോദിക്കുന്നത്. അസഹിഷ്ണുതയ്ക്കെതിരെ പറയുന്ന ആൾക്കാർ തന്നെ അസഹിഷ്ണുതാവാദികളായി മാറരുത് എന്ന് മുരളി ഗോപി പറയുന്നുണ്ട്. പക്ഷേ പുള്ളി അത് വലിയ പ്രശ്നമില്ല. അത് കഴിഞ്ഞ് പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിനും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും എതിരാണ് താനെന്ന് പറയുന്നത് നല്ല കാര്യം. കാരണം നമ്മുടെ രാജ്യം ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമാണല്ലോ. അവിടെ തന്റെ രാഷ്ട്രീയവും മതവും ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതിനുശേഷം പുള്ളി പറയുന്നു വലതുപക്ഷ രാഷ്ട്രീയക്കാരെ മനുഷ്യരായി തന്നെ നമ്മൾ കാണണം എന്ന് പറയുന്നു. മനുഷ്യരായി കാണണമെന്ന് ഉള്ളത് ഗാന്ധിയൻ ആദർശമാണെന്ന് പറയുന്ന പുള്ളിക്കാരൻ അവരെ മനുഷ്യരായി കണ്ടുകൊണ്ട് നമ്മൾ എതിർക്കണം, മറിച്ച് അവരെ പരിഹസിക്കാൻ പാടില്ല എന്ന് പറയുന്നു. പരിഹസിച്ചു കഴിഞ്ഞാൽ അവര് അതിഭീകരമായിട്ട് വളർന്നു പോകുമെന്ന് പറയുന്നു. അങ്ങനെ മുരളിഗോപിയുടെ അഭിമുഖം ഞാനും കണ്ടതാണ്. അതിലത്തെ ഒരു കൗതുകം എനിക്ക് തോന്നിയത്, മുരളിഗോപി ആ അഭിമുഖത്തിൽ ആരെയാണോ എതിർക്കുന്നത് അവരാണ് ആ അഭിമുഖത്തെ വല്ലാതെ ആഘോഷിക്കുന്നത്. അദ്ദേഹം ആരെയാണോ അനുകൂലിക്കുന്നത് അവരാണ് അതിനെ വല്ലാതെ എതിർക്കുന്നത്. കാരണം മുരളിഗോപി തത്വത്തിൽ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ RSSനെ സിനിമയിൽ കാണിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അങ്ങനെ കാണിച്ചാൽ മാത്രമേ അവരെ തുറന്നു കാണിക്കാൻ സാധിക്കുള്ളൂ, അവരുടെ അപകടം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അവരെ യഥാർത്ഥത്തിൽ വണ്ണത്തിൽ വിമർശിച്ചിട്ട് അവരെ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ അവരെ രഹസ്യമാക്കി വെക്കുന്തോറും അവരെ കാഴ്ചയിൽ നിന്ന് മാറ്റി വെക്കുന്തോറും അവർ വളരുകയാണ് ചെയ്യുന്നതെന്നാണ് മുരളിഗോപി. RSSന്റെ ശാഖകൾ സിനിമയിൽ കാണിക്കുന്നതിന്റെ താല്പര്യമായിട്ട് അദ്ദേഹം പറയുന്നത് അങ്ങനെ തുറന്നു കാണിച്ചാൽ മാത്രമേ അതിന്റെ അപകടം സമൂഹത്തെ ബോധ്യപ്പെടുത്തി ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ പരാമർശം യഥാർത്ഥത്തിൽ RSSനെതിരാണ്, ശാഖകൾക്ക് എതിരാണ്. പക്ഷേ RSSകാരും ഈ സ്വയം സേവരും ഒക്കെയാണ് ഇത് വല്ലാതെ ആഘോഷിക്കുന്നത്. അതെ, മുരളി അതെ. ഗോപിക്ക് ഞങ്ങളുടെ സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ എന്ന് പറയുന്നുണ്ട്. നേരെ തിരിച്ച് എന്തിനാണ് ഇത് കാണിക്കണം എന്ന് പറയുന്നത്, ഞാൻ ഏത് രാഷ്ട്രീയത്തെയാണ് അദ്ദേഹം പറയുന്നത് ആ രാഷ്ട്രീയത്തെ വല്ലാതെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ പിന്നിലുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് മുരളി ഗോപിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മുരളി ഗോപിയെ സംശയത്തോട് കൂടിയിട്ടാണ് ഇവിടുത്തെ പ്രബുദ്ധ പുരോഗമന സമൂഹം എല്ലാ കാലത്തും കണ്ടിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുരളി ഗോപി പുറമേക്ക് എന്ത് പറഞ്ഞാലും അയാളുടെ ഉള്ളിൽ കിടക്കുന്നത് RSS അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവമാണ് എന്ന് ഇവിടുത്തെ ഇടതുപക്ഷം സ്വാഭാവികമായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഭരത് ഗോപിയുടെ മകനാണ്. ഭരത് ഗോപി BJP-യിൽ അംഗത്വം എടുത്തിരുന്ന ആളായിരുന്നു. അദ്ദേഹം BJP-യിൽ അംഗത്വം എടുത്തിരുന്ന ആളായിരുന്നു. അതേപോലെ തന്നെ മുരളി ഗോപി ആദ്യ കാലങ്ങളിൽ ചെയ്തു വന്നിട്ടുള്ള സിനിമ, അദ്ദേഹം വളരെ ഒരു ഇടതുപക്ഷത്തിന്റെ അന്തരീക്ഷത്തിൽ വളർന്നു വന്നിട്ടുള്ള ആളാണ്. ഇന്ത്യൻ എക്സ്പ്രസിലും അതേപോലെ തന്നെ അദ്ദേഹം ഹിന്ദുവിലും ഒക്കെ ജോലി ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ പക്ഷെ ആദ്യ സിനിമ തന്നെ എനിക്ക് തോന്നുന്നു രസികൻ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ആണ് അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെയാണ് അത് സിനിമയിൽ വരുന്നത്. പക്ഷെ മുരളി ഗോപി എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ അടുത്ത കാലത്ത് എന്ന് പറയുന്ന 2012 സിനിമയിലാണ്. ആ സിനിമയിലാണ് RSSന്റെ ശാഖകൾ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. മാത്രമല്ല നല്ല ലൈറ്റിലാണ്. അത് വിമർശനാത്മകമായിട്ട് അതിന്റെ അപകടത്തെ സമൂഹത്തിന് തുറന്നു കാണിച്ചു കൊടുക്കുന്ന പോലെയൊന്നുമല്ല. ഒരു സന്നിഗ്ധാവസ്ഥയിൽ നായകനെ സഹായിക്കുന്നവരായിട്ടാണ് അതിൽ RSS സ്വയംസേവകർ വരുന്നത്. ആ സിനിമയിൽ തന്നെ കുറച്ച് ബ്രാഹ്മൺ ഗ്ലോറിഫിക്കേഷൻ പോലെയുള്ള ചില എലമെന്റുകൾ ഉണ്ടായിരുന്നു. അതിലൊരു മറ്റേ മണികണ്ഠൻ പട്ടാമ്പി ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഒരു ബ്രാഹ്മണന്റെ കഥാപാത്രമാണ്. അദ്ദേഹം ഗായത്രി ചൊല്ലുന്ന നാവുകൊണ്ട് സത്യം മാത്രമേ പറയുള്ളൂ, പറഞ്ഞ് ബ്രാഹ്മണന്റെ വാക്കുകൾ ഫലിക്കും എന്നൊക്കെ പറയുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇതിനുശേഷം ചെയ്തിട്ടുള്ള സിനിമ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ ഇടതുപക്ഷത്തെ അതിനിശ്ചിതമായിട്ട്, നിലവിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്ന ഒരു സിനിമയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഇന്നത്തെ കേരള മുഖ്യമന്ത്രിയെ ഒരു വില്ലനായി പ്രതിഷ്ഠിച്ചിട്ടുള്ള സിനിമയാണ്. ഒരു കൾട്ട് ക്ലാസിക്കിന്റെ ഒക്കെ നിലയിലേക്ക് വളർന്ന് വികസിച്ചിട്ടുള്ള സിനിമയാണ്. ഇപ്പോ ആദ്യഘട്ടങ്ങളിൽ ആ സിനിമയ്ക്ക് തിയേറ്റർ കൊടുക്കാതെ ആ സിനിമയെ ഇല്ലാതാക്കാൻ ഇവിടുത്തെ CPM വളരെ കാര്യമായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ പോലും, അത് തിയേറ്ററുകളിൽ വിജയിച്ചില്ലെങ്കിൽ പോലും ഇപ്പോഴും വലിയ അനുവാചക ശ്രദ്ധ നേടുന്ന ആൾക്കാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൽ ഈ സ്ഥിരമായിട്ടുള്ള ഇടതുപക്ഷത്തെ വിമർശിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിജീവികൾ ഉപയോഗിക്കുന്ന ഒരു സങ്കേതത്തെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഗുഡ് കമ്മ്യൂണിസ്റ്റ് വേഴ്സസ് ബാഡ് കമ്മ്യൂണിസ്റ്റ് എന്നാണ്. അതല്ലാതെ കമ്മ്യൂണിസം ഒരു മോശം ആശയമാണെന്നും അതിന് ബദലായിട്ട് മറ്റൊരു ആശയം വേണമെന്നും പറയാനുള്ള ധൈര്യം ഇല്ലാത്തവർ എപ്പോഴും ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, ഇത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആദർശത്തിന്റെ പ്രശ്നമല്ല, ഇത് ചില നേതാക്കന്മാരുടെ പ്രശ്നമാണ്. ഈ നേതാവിന് പകരം വേറൊരു നല്ല നേതാവായിരുന്നെങ്കിൽ നമ്മുടെ സമത്വസുന്ദരമായിട്ടുള്ള ആ സങ്കല്പ ലോകം യാഥാർത്ഥ്യമാകുമായിരുന്നു എന്നാണ്. അപ്പൊ ഇവിടെ തന്നെ ഒരു ബൈനറി സൃഷ്ടിക്കുന്നുണ്ട്. അതിലിപ്പോ പിണറായി വിജയന്റെ ഈ കൈതേരി സഹദേവൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു വില്ലനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, മുരളി ഗോപി തന്നെ ചെയ്യുന്ന റോയ് എന്ന് പറയുന്ന കഥാപാത്രം ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റിന്റെ ഒരു മാതൃകയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ ഇത് കമ്മ്യൂണിസത്തെ ഞാൻ ആശയതലത്തിലല്ല വിമർശിക്കുന്നത്, അതിലെ നേതൃത്വത്തെയാണ് വിമർശിക്കുന്നത് എന്നുള്ളതാണ്. അത് ശരിക്കും യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ സൈമൺ ബ്രിട്ടോയിനെയും പിണറായി വിജയനെയുമാണ് അവിടെ കാണിച്ചിട്ടുള്ളതെന്നും സൈമൺ ബ്രിട്ടോയുടെ അപകടത്തിന് പിന്നിൽ പിണറായി വിജയനായിരുന്നു എന്നൊരു ആരോപണം അവിടെ ഉന്നയിക്കുന്നുണ്ടെന്നും, തന്നെയല്ല ഈ പ്രശ്നത്തിന് യഥാർത്ഥത്തിലുള്ള പരിഹാരം ആരെങ്കിലും പിണറായി വിജയനെ അസാസിനേറ്റ് ചെയ്യുന്നതാണ്, വധിക്കുന്നതാണ് എന്നൊരു സൊല്യൂഷനിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു സിനിമയാണത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വിരോധത്തോടു കൂടി തന്നെ അവര് ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള സിനിമയാണ്.
പക്ഷെ അങ്ങനെയാണ് മുരളി ഗോപി എന്ന് പറയുന്ന ഒരു സിനിമാക്കാരൻ ശ്രദ്ധിക്കപ്പെടുന്നത്. അതിനുശേഷം ചെയ്തിട്ടുള്ള സിനിമ ടിയാനാണ്. ടിയാനാണെങ്കിൽ നമുക്കറിയാം ശരിക്കും ആ ഹിന്ദുത്വ ഇമേജറി ഏറ്റവും നന്നായി ഉപയോഗിച്ചിട്ടുള്ള സിനിമയാണ്. ശങ്കരാചാര്യ സ്വാമികളുടെ ദിഗ്വിജയത്തിലൂടെയാണ് ആ സിനിമ ആരംഭിക്കുന്നത്. മോഹൻലാലിന്റെ നരീശ്വരി, അതേപോലെ തന്നെ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഹരിഹരന്റെയും ബുക്കരായന്റെയും പുനർജന്മങ്ങളായിട്ടാണ് അതിൽ ഇന്ദ്രജിത്തും പൃഥ്വിരാജും വരുന്നത്. ഈ വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത് ശരിക്കും ആദ്യത്തെ ഒരു ഹിന്ദുത്വ റെസിസ്റ്റൻസിന്റെ ഫസ്റ്റ് എംപയർ ആണത്. ഈ ഇസ്ലാമിക് ഇൻവേഷൻസിനെതിരെ ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഹിന്ദു സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം. അതിന്റെ സ്ഥാപകരാണ് ഹരിഹരനും ബുക്കരായ. അവരായിട്ടാണ് ഈ കഥാപാത്രങ്ങൾ അവിടെ അവതരിക്കുന്നത്. മാത്രമല്ല ശങ്കരാചാര്യ സ്വാമികൾ സ്ഥാപിച്ചിട്ടുള്ള മഠമാശ്രമം സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നുള്ള ഒരു ബ്രാഹ്മണൻ നടത്തുന്ന പോരാട്ടം, അങ്ങനെയുള്ള ഒരു നരേറ്റീവാണ് ശരിക്കും. ഒരു എന്താണ് കൃത്യമായിട്ട് ഹിന്ദുത്വ ഇമേജറികൾ ഉപയോഗിച്ചിട്ടുള്ള സിനിമയാണ്. ഇതിലെങ്ങനെ മുരളി ഗോപി ഇതിനെയൊക്കെ ബാലൻസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ എന്താ പറയാ ഒരു പൃഥ്വിരാജിന്റെ മുസ്ലിം കഥാപാത്രം വന്നിട്ട് അഹം ബ്രഹ്മാസ്മിക്ക് പകരം അനൽ ഹക്ക് പറയുന്നുണ്ടെങ്കിലും, അതല്ലെങ്കിൽ മറ്റേ സിനിമയിൽ ലെഫ്റ്റ് ആണെങ്കിൽ അവിടെ ഒരു ബാഡ് കമ്മ്യൂണിസ്റ്റിന് പകരം ഇയാൾ ഒരു ഗുഡ് കമ്മ്യൂണിസ്റ്റിനെ വെക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്നത് ഇവർ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു സംഭവം. നമ്മളിപ്പോ രഞ്ജിത്ത് എന്തുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ വല്ലാതെ വിമർശിക്കപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രഞ്ജിത്ത് പറയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. CPM ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഫിലിം കോർപ്പറേഷന്റെ ചെയർമാനൊക്കെ ആവാൻ പോന്നിട്ടുള്ള അത്രയും സഖാവാണ്. തന്റെ എന്താണ് ഇടതുപക്ഷത്വം വളരെ പ്രൗഡ്ലി ഫ്ലോണ്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ അടിസ്ഥാനമായിട്ട് എന്താണ് സിനിമയിൽ കൂടെ ചെയ്യുന്നത്? ഈ പറയുന്ന ധാരാവി മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് ഒരുപ്പിച്ചിട്ടുള്ള നായകൻ അവസാനം ഈ നാട്ടിൽ വന്ന് ഈ ഹീറോയിസം മുഴുവൻ നടത്തുന്നത് ഒരു ഉത്സവം ഇല്ലാണ്ട് കിടന്നിരുന്നൊരു അമ്പലത്തിലെ ഉത്സവം രണ്ടാമത് നടത്താൻ വേണ്ടിയിട്ടാണ്. ആ അമ്പലത്തിലെ ഉത്സവം ഇല്ലാതായതോടുകൂടി ആ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ ജീവിതം ബുദ്ധിമുട്ടിലായി, നാടിന് തന്നെ മുഖപ്രസാദം പോയി. അതുകൊണ്ട് ആ ക്ഷേത്രത്തിലെ ഉത്സവം രണ്ടാമത് നടത്തിയാൽ മാത്രമേ ആ നാടിന് രക്ഷയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ബേസിക് തീം. അതാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇടതുപക്ഷം പറഞ്ഞാലും ഇതിന്റെ ഉള്ളിൽ കൊടുക്കുന്ന സാധനം എന്താണെന്നുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. OV വിജയൻ കേരളത്തിലെ മലയാള സാഹിത്യത്തിലെ ആധുനികതയുടെ പിതാവ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരാളാണ്. ഖസാക്കിന്റെ ഇതിഹാസത്തിലൂടെ മലയാള ലിറ്ററേച്ചറിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ആളാണ്. അവസാനം ഗുരുസാഗരട്ട് കരുണാകര ഗുരുവിന്റെ കാൽക്കൽ കൊണ്ടേ ശരണം പ്രാപിപ്പിച്ചു എന്നുള്ള കുറ്റം കൊണ്ടാണ്. ഗുരുസാഗരം എന്ന് പറയുന്ന കൃതിയാണ് എന്താണ് OV വിജയനെതിരെയുള്ള കുറ്റപത്രമായിട്ട് നിൽക്കുന്നത്. അതേപോലെ രഞ്ജിത്തൊക്കെ സിനിമയിൽ ചെയ്തത് എന്താണ്? എന്തുകൊണ്ടാണ് ഹിന്ദു ബിംബങ്ങളുടെ വക്താവായിട്ട് രഞ്ജിത്ത് വിമർശിക്കപ്പെട്ടത്? അതേപോലെയാണ് മുരളി ഗോപി ആ രീതിയിൽ വിമർശിക്കപ്പെടുന്നത്. അതിനൊരു ചരിത്രമുണ്ട്. അദ്ദേഹം ഭരത് ഗോപിയുടെ മകനാണ് എന്ന് പറയുന്ന ചരിത്രമുണ്ട്. ഇദ്ദേഹത്തിന്റെ സിനിമകൾ ഇങ്ങനെയാണ് എന്നൊരു സ്വഭാവമുണ്ട്. ടിയാനിന് ശേഷം പിന്നെ ചെയ്തിട്ടുള്ള സിനിമ ഏതായിരുന്നു? എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഞാൻ വലതുപക്ഷമൊന്നും അല്ല, ഞാൻ ഇതിനെ ഹിന്ദുത്വ വിമർശിക്കുന്ന ആളാന്ന് പറഞ്ഞാലും പിന്നെ ചെയ്തിട്ടുള്ള സിനിമ ഏതാ? ലൂസിഫർ ആണ്. ലൂസിഫറിൽ നോക്കൂ, ലൂസിഫറിൽ കേരളത്തിൽ 2 മുന്നണികളേ ഉള്ളൂ. കേരളത്തിൽ ഈ പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു മുന്നണി, അതായത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മുഴുവൻ മോശമാണ്. ഇത് രണ്ടും അഴിമതിക്കാരാണ്. ഇവർ രണ്ടാൾക്കാരും ജനങ്ങളെ പറ്റിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. രാഷ്ട്രീയമാവട്ടെ മാധ്യമങ്ങളാവട്ടെ ഒരേ എല്ലിന്റെ രണ്ടറ്റം തുണന്ന് ജീവിക്കുന്ന 2 പരാന്ന ജീവികളായിട്ടാണ് ആ സിനിമയിൽ പറയുന്നത്. അതിലൊരു വിഭാഗം കേരളത്തിന്റെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് കച്ചവടത്തിന് വരെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. മറ്റവരാണെങ്കിൽ എന്താണ് ഗുണ്ടാ സാമ്രാജ്യമുള്ള ആൾക്കാരാണ്. ആളുകൾക്ക് ചികിത്സിക്കാൻ മേടയിൽ ആശുപത്രി, നേതാവിന് ചികിത്സിക്കാൻ അവിടെ ആയുർവേദത്തിലെ മറ്റേ എന്താണ് സുഖചികിത്സയുമാണ് ഉള്ളത്. അയാള് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ നടത്തുന്ന ആളാണ്. അയാൾ ഗുണ്ടാ സംഘങ്ങളെ പരിപാലിക്കുന്ന ആളാണ്. ജയിലിനുള്ളിൽ വെച്ചിട്ട് ഒരാളെ വകവരുത്താൻ വേണ്ടി പാർട്ടിക്ക് ഗുണ്ടാ സംവിധാനങ്ങൾ ഉള്ള ഒരാളാണ്. 2 സൈഡും മോശമായിട്ടാണ് അവതരിപ്പിച്ചത്. ഒരു സൈഡിന് അവിടെ മൂന്നാമത്തെ ഒരു രാഷ്ട്രീയത്തെ പറ്റിയിട്ട് വളരെ സൈലന്റ് ആണ് ആ സിനിമ. അത് വളരെ ബോധപൂർവം ആ രാഷ്ട്രീയത്തെ സംരക്ഷിച്ചാണ്. അല്ലെങ്കിൽ അവരെയും ഇക്വേഷനിൽ കൊണ്ടുവന്നിട്ട് അവരും കറപ്റ്റ് ആണെന്ന് പറയാമായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ആ സിനിമയിൽ ഒരു പരാമർശമുള്ളത്, നമ്മൾ രണ്ടാളും ഒന്നിച്ച് നിന്നിട്ട് വടക്കുന്ന മറ്റോമാരും ഇങ്ങോട്ട് വരും, അവരുടെ വരവിനെ നമുക്ക് തടയാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരുടെ വരവിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ഈ അഴിമതിക്കാരും കൊള്ളരുതാത്തവരും ഒക്കെ ഒന്നിച്ചു നിൽക്കണം എന്നുള്ള മെസ്സേജ്. നമ്മുടെ കേരള രാഷ്ട്രീയം പൊതുവിൽ മോശമാണ് എന്നുള്ളൊരു ധ്വനിയാണ്. അപ്പോ ഈ സിനിമകളിലെല്ലാം തുടർച്ചയായിട്ട് വരുന്ന ഒരു ധാര മുരളി ഗോപി ഇവർ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന ഒരു സംഭവമുണ്ട്. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു എക്കോസിസ്റ്റത്തിൽ, നമ്മുടെ ഇടതുപക്ഷം ഭരിക്കുന്ന നമ്മുടെ ഇന്റലക്ച്വൽ എക്കോസിസ്റ്റത്തിൽ ഒരാൾക്ക് അയാളുടെ ആഗ്രഹിക്കുന്ന പോലെ സിനിമകളൊക്കെ ചെയ്തു നിൽക്കണമെങ്കിൽ ഇവരെ പ്രേരിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. സിനിമയിൽ അത് ചെയ്യുന്നില്ലെങ്കിലും പുറത്തെങ്കിലും അങ്ങനെ ഞാൻ നിങ്ങളുടെ ആളാണ്, ഞാൻ വലതുപക്ഷത്തിന് എതിരാണ്, ഞാൻ ഹിന്ദുത്വക്ക് എതിരാണ്, ഞാൻ ഭയങ്കര പുരോഗമനവാദിയാണ് നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പറയേണ്ടി വരുന്ന അദ്ദേഹത്തിന്റെ ഗതികേടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ എനിക്ക് എന്താ പറയുക വളരെ യോജിക്കാവുന്ന സിനിമകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വ്യക്തിപരമായിട്ടൊരു സിനിമാക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും. ഈ പരിഹസിച്ചാൽ വലതുപക്ഷം വളർന്നു പോകും എന്നാണ് അദ്ദേഹം ആത്യന്തികമായിട്ട് പറയുന്നത്. അതില് സത്യമുണ്ടോ? കാരണം നമ്മളെ എതിർക്കും തോറും, വലതുപക്ഷത്തെ എതിർക്കും തോറും വലതുപക്ഷം വളർന്നുകൊണ്ടേയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. സത്യമാണോ അത്? തീർച്ചയായിട്ടും അതും ശരിയാണ്. കാരണം നിങ്ങൾ ലോകത്തുള്ള വലതുപക്ഷത്തിന്റെ എന്നല്ല ഏത് ആശയത്തിന്റെയും സ്വഭാവം നോക്കുള്ളൂ. ഗാന്ധി തന്നെ പറയുന്നുണ്ട്, ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും,
രണ്ടാമത് അവർ നിങ്ങളെ പരിഹസിക്കും, മൂന്നാമത് അവർ നിങ്ങളെ ആക്രമിക്കും, അവസാനം അവർ നിങ്ങളെ സ്വീകരിക്കും. അത് സ്വയം പ്രഖ്യാപിത സത്യമായിട്ട് അവർ നിങ്ങളെ അംഗീകരിക്കും എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്നില്ലേ? ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തോട്ടെ. അതായത് പരിഹാസത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും വലതുപക്ഷം ശക്തി ഉം, പ്രാപിക്കും. ലോക ചരിത്രം നോക്കിയാൽ അത് ഉം, മനസ്സിലാകും. ഇവിടത്തെ ഇടതുപക്ഷം എന്ന് ഉം. പറയുന്നവരുടെ പിന്തുണ വേണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ ഞാൻ അത് ചെയ്യില്ല എന്നാണ് മുരളി ഗോപി പറയുന്നത്. അപ്പൊ ഇതിൽ എന്റെ ചോദ്യം, പരിഹാസത്തിലൂടെയും വെറുപ്പിലൂടെയും വലതുപക്ഷം വളരുന്നു എന്നാണ് പറയുന്നത്. വലതുപക്ഷം എന്ന് പറഞ്ഞെടുത്ത് മുരളി ഗോപി അതിന് പറഞ്ഞ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് അങ്ങ് ശ്രദ്ധിച്ചിരുന്നു? അദ്ദേഹം ഉം. വലതുപക്ഷം ലോകത്തെല്ലായിടത്തും പരിഹാസത്തിലൂടെയാണ് വളർന്നതെന്ന് വേണ്ട അദ്ദേഹം പറഞ്ഞ 3 ഉദാഹരണങ്ങളിൽ ഒന്ന് ജർമ്മനിയിലെ നാസി പാർട്ടിയാണ്, നാസി, 2 ഇറ്റലിയിലെ ഫാസിസ്റ്റ് പാർട്ടിയാണ്, 3 അദ്ദേഹം പറഞ്ഞത് സ്റ്റാലിൻ, സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിനാണ്. സോവിയറ്റ് സ്റ്റാലിനാണ്. യൂണിയനിലെ സ്റ്റാലിനിസം വലതുപക്ഷമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വലതുപക്ഷം ഉം. വളർന്നത് നിങ്ങളുടെ പരിഹാസം കൊണ്ട്, നിങ്ങളുടെ ആക്രമണം കൊണ്ടുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉം. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത് എന്നുള്ളതല്ല, ഉം. അടിസ്ഥാനപരമായിട്ട് എന്താണ് അദ്ദേഹം കൺവേ ചെയ്യുന്നത് എന്നുള്ളത് കൗതുകം. ആഹ് അവഗണനയാണ് ഏത് പ്രത്യയശാസ്ത്രത്തിനും ഏത് പ്രസ്ഥാനത്തിനും കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങൾ ഉം. ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഏത് പ്രസ്ഥാനത്തിനും ഒരു അംഗീകാരം തന്നെയാണ്. വിമർശനവും ആയിക്കോട്ടെ, എന്താ പറയാ, പുകഴ്ത്തലായിക്കോട്ടെ, ദർ ഇസ് നത്തിങ് ലൈക്ക് എന്താണ് ഇത് പറയില്ലേ, ഒരു വാചകം ഉണ്ടല്ലോ, ദർ ഇസ് നത്തിങ് ലൈക്ക് ബാഡ് പബ്ലിസിറ്റി, ഓൾ പബ്ലിസിറ്റി ഇസ് ഗുഡ് പബ്ലിസിറ്റി. അതായത് മോശമായിട്ടുള്ള പ്രചാരം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. എല്ലാ പ്രചാരവും നല്ല പ്രചാരമാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ വിമർശിക്കപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുക. നിങ്ങളെപ്പറ്റി ആളുകൾ അവഗണിക്കുക, ആളുകൾ നിങ്ങളെപ്പറ്റി മൗനം പാലിക്കുക എന്നുള്ളതാണ് ഒരു ആശയത്തിനോ ഒരു പ്രത്യയശാസ്ത്രത്തിനോ കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ. അപ്പൊ ഇവിടെ എല്ലാ പ്രസ്ഥാനങ്ങളും ഏതെങ്കിലും ഘട്ടങ്ങളിൽ ആളുകളെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇന്ധനവും ഊർജവും എടുത്തുകൊണ്ടാണ് ഈ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ വളരുകയും വലുതാവുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരിഹസിച്ചു കഴിഞ്ഞാൽ അത് വലുതാവുകയുള്ളൂ എന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണെന്ന് പറയാവുന്ന കാര്യം. അപ്പൊ വൈകാതെ തന്നെ മുരളി ഗോപിയെ ഞങ്ങൾ തുറന്നു കാട്ടുന്നു എന്ന് പറഞ്ഞ് ഇവിടെയുള്ള പുരോഗമനവാദികളും സാംസ്കാരിക നായകരും ഒക്കെ രംഗത്തെത്താനുള്ള സാധ്യത ഉണ്ടല്ലോ. ഇത്രയും കാലം മുരളി ഗോപിയെ ഇവർ കണ്ടിരുന്നത് ഒരു ഇടതുപക്ഷ ചായവുള്ള ഒരു വ്യക്തിയായിട്ടാണ്. പക്ഷെ അദ്ദേഹം എടുക്കുന്ന സിനിമയെല്ലാം താങ്കൾ പറഞ്ഞതുപോലെ വലതുപക്ഷത്തിനോട് വളരെയധികം അനുകൂലമായിട്ടുള്ള, ഇതുപോലെ RSS ശാഖകളെ ഗ്ലോറിഫൈ ചെയ്യുന്ന, ശാഖയിലോട്ട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ മരണഭയം കൊണ്ട് RSSന്റെ ശാഖയിലോട്ട് ആൾക്കാർ ഓടിക്കേറുമ്പം അവിടെയുള്ള ശാഖയിലുള്ള RSSകാരെ അയാളെ രക്ഷിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ പുള്ളിക്കാരൻ പറയുന്ന കാര്യത്തിൽ ഒരു പരസ്പര വൈരുദ്ധ്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് വലതുപക്ഷത്തെ നമ്മൾ പരിഹാസത്തിലൂടെയാണ് അത് വളരുകയെന്ന് പറയുകയും വലതുപക്ഷം സ്റ്റാലിനാണെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ സത്യം പറഞ്ഞാല് മുരളി ഗോപിയുടെ ഒരു ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ മുരളി ഗോപി ദൃശ്യത്തില് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മിസ്റ്റർ, എനിക്ക് താങ്കളെ മനസ്സിലാവുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിലൊരു പോലീസ് ഓഫീസറായിട്ട്. അതുപോലെയാണ് എനിക്ക് മുരളി ഗോപിയോട് അതെ. ചോദിക്കാനുള്ളത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പുള്ളിക്കാരൻ. അല്ല, സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഉം. അദ്ദേഹം ഒരു എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് ഞാൻ ഇവരെയൊക്കെ എതിർക്കുന്ന ആളാണ്, ഞാൻ ഇവരെയൊക്കെ വിമർശിക്കുന്ന ആളാണെന്ന് പറയുന്നെങ്കിലും ഇദ്ദേഹത്തിന്റെ ഉം. ബേസിക് തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് ഇന്ത്യക്കായിട്ടുള്ള ഭാരതീയമായിട്ടുള്ള ഫിലോസഫിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതികൾ, അദ്ദേഹത്തിന്റെ ജീവിത പരിസരം, അതിനെല്ലാം ആ ഭാരതീയമായിട്ടുള്ള ആശയധാരയുണ്ട്. അത് അദ്ദേഹത്തിന്റെ കലയിൽ, അദ്ദേഹത്തിന്റെ ആവിഷ്കാരത്തിൽ സ്വാഭാവികമായിട്ട് വരും. അദ്ദേഹം ചെയ്ത സിനിമകളിൽ അത് വന്നിട്ടുണ്ട്, ഇനി ചെയ്യാനുള്ള സിനിമകളിലും അത് വരാൻ പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇനിയും ഇത്തരം കാര്യങ്ങൾ ചെയ്യും, എന്റെ സിനിമയിൽ ഇനി ഇത്ര ഇമേജുകൾ നിങ്ങൾ കാണാൻ പോകുന്നുണ്ട്. പക്ഷെ അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഞാൻ ഇതിനെ വിമർശിക്കുകയാണ്, ഞാൻ ഇതിനെ തുറന്നു കാണിക്കുകയാണ്, ഞാൻ ഇതിനെ എതിർക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്നെ വിട്ടേക്കണം എന്നാ പറയുന്നത്. അതായത് അദ്ദേഹം ഇത് തന്നെയാണ് ഇനിയും ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് എന്താണ്, നിങ്ങളത്, ഞാൻ നിങ്ങൾക്ക് അനുകൂലമാണ്, ഞാൻ നിങ്ങളുടെ ആളാണെന്നുള്ള പോലെ എടുത്താൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ പറയാ, അതിന്റെ പറയുന്നത് അദ്ദേഹം വലതുപക്ഷത്തെ എതിർക്കുന്നു, ഹിന്ദുത്വം എതിർക്കുന്നു ആയിക്കോട്ടെ. എതിർക്കുന്നതുകൊണ്ട് നമുക്ക് വിമർശനമൊന്നുമില്ല, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവരാരും ഹിന്ദുത്വം എതിർക്കരുതെന്നൊന്നും നമുക്ക് ആഗ്രഹമില്ല. ഇവർക്ക് എതിർക്കണമെങ്കിൽ ഇവർ എതിർത്തോട്ടെ. പക്ഷെ എന്താണ്, ആ കാര്യം ചർച്ച ചെയ്യാനേ പാടില്ല. ആ ഒരു വിമർശനമായി പോലും അത് സിനിമയിൽ വരാൻ പാടില്ല. ഇവരെ മനുഷ്യരായി തന്നെ പരിഗണിക്കാൻ പാടില്ല. ഇവരെ സമൂഹത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് തന്നെ ആറ്റി നിർത്തണം എന്ന് പറയുന്ന അത്തരം ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം അല്ല ഇത്. അതിനെയൊക്കെ അത്തരത്തിലുള്ള ഭ്രഷ്ടുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പൊതുധാരയിലേക്ക് വരാനുള്ള ശക്തിയും ശേഷിയും ഈ പ്രത്യയശാസ്ത്രവും ഈ സംഘടനയൊക്കെ ആർജിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് മുരളി ഗോപി ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരാളത് ചെയ്യും. നിങ്ങൾക്ക് എല്ലാ കാലത്തും നിങ്ങളുടെ ഈ പറയുന്ന ഈ കാഴ്ചവട്ടത്തിന്റെ അകലത്തിൽ നിന്ന് മാറ്റി നിർത്താനൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അത് മുരളി ഗോപിയോട് നിങ്ങൾ ഈ അസഹിഷ്ണുത കാണിക്കേണ്ട ആവശ്യമില്ല. മുരളി ഗോപി കാലഘട്ടത്തിൽ അതിന്റെ ഒരു വക്താവായി വന്നു എന്ന് മാത്രം. അതിനൊരാളത് ചെയ്യും എന്നേ നമ്മളത് മനസ്സിലാക്കണ്ടു. എന്ത് തന്നെയായിരുന്നാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. നമ്മുടെ നന്ദനത്തില് ജഗതിയുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ,
ആ ജഗതിയിൽ ഒരു ജോത്സ്യനായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അതിൽ ജോത്സ്യൻ പിടിക്കപ്പെടുമ്പോ ജോത്സ്യൻ പറയുന്ന ഒരു ഒരു ആ, കുമ്പിടി പിടിക്കപ്പെടുമ്പോ പറയുന്ന ഒരു സീനുണ്ട്, ക്ഷമിക്കണം ഉപദ്രവിക്കലിന്റെ ജീവിതമാണ്. അതുപോലെ നമുക്ക് ഇതിനെയും അതുപോലെ കാണാം. അതായത് ക്ഷമിക്കണം ഉപദ്രവിക്കലിന്റെ ജീവിതമാണ്, ഞാനൊന്ന് ജീവിച്ചു പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ മുരളി ഗോപിയുടെ അതെ അതെ. പ്രസ്താവന നമുക്ക് എന്തായാലും ഗംഭീരമായിട്ടുള്ള പോയിന്റുകളായിരുന്നു, ഗംഭീരമായിട്ടുള്ള ചർച്ചയായിരുന്നു. ഓക്കെ. ശരി ശരി, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.